വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാ ഞാൻ ഈ കപ്പിൽ 2 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കൈവച്ചൊന്ന് ഞെരടി കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതിൻ്റെ ഇരട്ടി കാണും ഇത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ വെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമ്മുടെ ഗോതമ്പ് എത്രയുണ്ടോ അതിന് മുകളിലായിട്ട് നിൽക്കണം വെള്ളം ഒഴിക്കുമ്പോഴേ. ഇനി നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ച് ഒന്ന് അടയ്ക്കാം. അടച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഒരു 2 വിസിൽ അത്ര അടിച്ചാൽ മതിയേ. ഇനി ഞാനിതിന് വേണ്ടിയിട്ട് ഇത്തിരി വഴറ്റാനായിട്ട് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, ഇഞ്ചി, സവോള, പിന്നെ കറിവേപ്പിലയും തേങ്ങ തിരുമ്മിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ക്യാരറ്റ് പീൽ ചെയ്യാം. ഞാനൊരു പീലറൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം. ഇതുപോലെ. അതിന് ശേഷം നമുക്ക് സവോളയൊന്ന് തൊലിയൊക്കെ കളയാം. ഇഞ്ചി ഒന്ന് ചുരണ്ടിയെടുക്കാം. ബീൻസിൻ്റെ 2 വശത്തും ഒന്ന് ഒടിച്ച് അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കളഞ്ഞതിന് ശേഷം ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോപ്പർ എടുക്കാം. ചോപ്പറിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോപ്പർ എടുത്തത്. അല്ലെങ്കിൽ കൈ വെച്ച് കൊത്തി അരിഞ്ഞാലും മതി. ഇപ്പോൾ ചോപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സബോളയൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോഴത്തേനും അത് പരുവത്തിന് അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആ ഇഞ്ചി ഞാൻ കൈ വെച്ച് കൊത്തി അരിഞ്ഞാണ് എടുക്കുന്നത്. ഇഞ്ചിയും ബീൻസും അതുപോലെ തന്നെ ഞാൻ കയ്യിൽ വെച്ചങ്ങ് അരിഞ്ഞെടുക്കുവാണ്. ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ പച്ചക്കറിയെല്ലാം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പച്ചമുളകും കൂടെ വേണം. അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കിനി കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. എന്താ വെള്ളമൊക്കെ വറ്റി നല്ല പരുവത്തിന് വെന്തിരിപ്പുണ്ട്. ഇത് കണ്ടോ, കുഴഞ്ഞു പോകരുത്. ഇതേ പരുവത്തിലിരിക്കണം. ഒന്നിലൊന്ന് തൊടാത്ത രീതിക്ക് കിടക്കണം. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ആ സമയത്ത് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആ ഇഞ്ചി അരിഞ്ഞതില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാമേ. ഇത് അങ്ങ് വേഗമൊന്നും വേണ്ട. ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് കടിക്കത്തക്ക രീതിക്ക് കിട്ടണേ. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം. ഇനി നമുക്കിതിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഗോതമ്പിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഉപ്പിടുന്നത്. ഇട്ടിട്ട് നല്ലതായിട്ട് വഴന്നതിന് ശേഷം നമുക്കിനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പില്ലേ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബൗളിൽ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ആ പച്ചക്കറിയൊക്കെ എല്ലായിടത്തും എത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കുക. ഇനി ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ആ തേങ്ങയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി എല്ലാം കൂടെ ഒന്ന് റെഡിയാകാനായിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് അടച്ചതിന് ശേഷം ഇനി നമുക്ക് മൂടിയൊക്കെ എടുത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ട് ഡിന്നറിനോ 4 മണിക്ക് കടിഞ്ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയൊരു ആഹാരമാണ്. അപ്പം സൂചി ഗോതമ്പൊക്കെ കിട്ടുമ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.